ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ് കേട്ടോ. റവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിങ്ങനെ ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് റവക്ക് 1 കപ്പ് പാൽ എന്നുള്ള അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലും റവയും കൂടിയിട്ട് ഇങ്ങനെ കിടന്ന് തിളക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഈ പാല് വറ്റിച്ചെടുക്കുക കേട്ടോ. പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെച്ചാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു 1/4 കപ്പ് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെന്ന് സംശയം ഉണ്ട് വെച്ചെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ശർക്കര പാനി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കര ഇതിൽ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ചിരകിയ തേങ്ങയാണ് ആവശ്യമുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സായി വന്നിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും നല്ലോണം നമ്മുടെ റവയിൽ മിക്സായി കോട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉള്ളത് കാരണം ചേർത്ത് കൊടുത്താണ്. ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂടാറരുത്. ഒന്ന് കൈകൊണ്ട് പിടിച്ച് കുഴക്കാൻ പറ്റിയിട്ടുള്ള പരിവായിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം ചൂടാറിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കിതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലൊന്നും ആക്കിയെടുക്കാൻ പറ്റില്ല, സ്ക്രാച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ലഡുവിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. മോൾഡൊക്കെ ഉണ്ടിച്ചിട്ട് നമുക്ക് നല്ല വെറൈറ്റി ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും ആണ് ചെയ്തെടുക്കട്ടെ. റവയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വലിയ പണിയൊന്നും ഇല്ലല്ലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.